ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമീമോ ഫാസ്റ്റ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു ഫുൾ വിശേഷം നമുക്ക് കേട്ടാലോ. നല്ലൊരു ഗുഡ് മോർണിംഗ് തന്നെ ആദ്യം പറയട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം വരുന്ന നമ്മുടെ ആ സ്റ്റാർ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് നെക്കി കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ലൈവിൻ്റെയൊക്കെ കാര്യങ്ങളാണെങ്കിലും എല്ലാം നോട്ടിഫിക്കേഷനൊക്കെ വരണ്ടേ. അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ എല്ലാം ഓക്കെ ആവും. അപ്പം നമുക്ക് അധികം ദീർഘിപ്പിക്കേണ്ട, നമുക്ക് ഫുൾ വിശേഷത്തിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഏകദേശം നമ്മൾ എപ്പിസോഡ് പ്രൊമോ രാത്രി ഇട്ടായിരുന്നല്ലോ, അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒന്ന് രണ്ട് സീന് നാളത്തേലാണ് വരുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു സീനും കൂടെ കയറി വരുന്നുണ്ട്. എങ്കിലും നമുക്കൊരു കഥയായിട്ട് ചുരുക്കി ഒന്ന് കേട്ട് നോക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ അച്ഛൻ അലീനയ്ക്ക് ഒരു ബൈബിള് അവിടെ അത് ഒരു സമ്മാനമായിട്ട് അലീനയ്ക്ക് കൊടുക്കുകയാണ്. നിറ കണ്ണുകളോടെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് അലീന അത് മേടിച്ചിട്ട് അച്ഛനോട് പറയുന്ന, അച്ഛനൊരിക്കലും എന്നോടൊരു ദേഷ്യവും വിരോധവും തോന്നരുത്. രോഹിത്തിൻ്റെ ഭാവിക്ക് വേണ്ടി അന്നേരത്തെ ആ സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ അച്ഛനോട് ആ വാക്കുകളൊക്കെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് പൊറുക്കണം എന്നിങ്ങനെ അലീന പറയാണ് കേട്ടോ. ആ സമയം അച്ഛൻ പറഞ്ഞു, എനിക്ക് നിന്നോട് യാതൊരുവിധ ദേഷ്യവും ഇല്ല അലീന. പിന്നെ നീ ഒരു ഓർഫൻ ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് റെസ്പെക്റ്റ് കൂടി എന്നുള്ളത് സത്യമാണ്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നീ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഉള്ളിൽ കിടന്ന ആ ഒരു അതായത് പുള്ളിക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നുള്ള രീതിയിലുള്ള പുള്ളിക്ക് ഒരു സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മനുഷ്യനെ മാറ്റി നല്ലൊരു മനുഷ്യനാക്കി തന്നത് നിൻ്റെ വാക്കുകളിൽ നിന്ന് വന്ന ആ തീപ്പൊരികളാണെന്ന് പറഞ്ഞു. അത് എന്നെ നല്ലൊരു മനുഷ്യനാക്കിയതേ ഉള്ളൂ അലീന എന്ന് പറഞ്ഞു. എന്തായാലും നീ നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് ആ കൈ അലീനയുടെ തലയിൽ വെച്ച് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അപ്പോഴേക്കും അലീന തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയം അലീന പറഞ്ഞു, അച്ഛാ രോഹിത്തിനെ കൂടെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഫാദർ രോഹിത്തിനെ കൂടെ അനുഗ്രഹിച്ച് വിടുന്ന സീനാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി നേരെ പോണത് ഒരു ബേക്കറിയിലാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വൈജയന്തിയുടെ ഫോണിലോട്ടൊരു കോള് വരെയാണ്. അതായത് നമ്മുടെ വൈജയന്തി അവിടെ റൂമിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യലും കൊണ്ടുപോകാനുള്ള ഫയലും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം. കാരണം വേറൊന്നുമല്ല, നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് നമ്മുടെ വൈജയന്തി കൊല്ലപ്പള്ളി വീട്ടിലോട്ട് പോവുകയാണ്. കാരണം അലീന ഇനി പോകത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി ഇവിടെ കടിച്ചു തൂങ്ങി നിന്നാൽ ഇപ്പം തന്നെ പട്ടിയുടെ വിലയെ തനിക്ക് കിട്ടുന്നുള്ളൂ. ഇനി ഇവിടെ കടിച്ചു തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് നേരെ വൈജയന്തി കൊല്ലപ്പള്ളിക്ക് പോകാൻ വേണ്ടി ഒരു ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാക്സി ഡ്രൈവർ ജംഗ്ഷനിൽ എത്തിയിട്ട് ഇനി എങ്ങോട്ടാണ് വരേണ്ടതെന്ന് ചോദിക്കാനായിട്ടാണ് ആ വിളിച്ചത്. അപ്പോൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാൾ എത്തണു, കോളിംഗ് ബെല്ലടിക്കണു. എൻ്റെ വൈജയന്തി ചെന്ന് ഡോറ് തുറന്നിട്ട് പറയും, ഞാനാ വിളിച്ചത്, എനിക്ക് കാല് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ 2 ലഗേജ് എടുക്കാനുണ്ട്, അപ്പോൾ അതൊന്ന് എടുക്കാൻ പറയാം. അങ്ങനെ അയാളെ ഹോളിൽ നിർത്തിയിട്ട് വൈജയന്തി പോയി ആ ലഗേജ് എടുത്തുകൊണ്ടൊന്ന് വെക്കണം. അപ്പോഴേക്കും ബബിത ഓടി വരെയാണ്. നമ്മൾ ഈ സീനും കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞു, പക്ഷെ നമ്മളൊരു കഥ കേൾക്കുമ്പോൾ അതൊരു കഥയായിട്ട് അങ്ങോട്ട് കേൾക്കണ്ടേ, അതുകൊണ്ടാട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബബിത ഓടി വരെയാണ്. എന്നിട്ട് ചോദിക്കും, ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിങ്ങളാരാ? ഞാൻ ഡ്രൈവറാ, മേഡം വിളിച്ചിട്ട് വന്നേണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നേരെ ബബിത നോക്കുമ്പോൾ നമ്മുടെ വൈജയന്തി ഒരു ബ്രീഫ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരെയാണ്. അല്ല അമ്മ ഇതെങ്ങോട്ടാ? ഇതെന്ത് ടാക്സിയൊക്കെ പിടിച്ച് അമ്മ എങ്ങോട്ട് പോവാ? ഞാൻ കൊല്ലപ്പള്ളി വീട്ടിൽ പോവാ. എന്തേന്ന് ചോദിച്ചു. അതെ, അല്ല അമ്മ എന്ത് ഇപ്പം ആരും ഇല്ലാത്ത സമയത്ത് എങ്ങോട്ട് പോവാ? അപ്പോൾ പറഞ്ഞു, നീ മാറി നിൽക്കുക, എനിക്കേ ആരുമില്ലാന്ന് ആരാ നിന്നോട് പറഞ്ഞേ? എനിക്ക് ഒരു അന്തസ്സുള്ള കുടുംബവും വീടും ഒക്കെ എനിക്കും ഉണ്ടടി. വെറും പട്ടിയെ പോലെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യം എനിക്കിവിടെ ഇല്ല എന്ന് വൈജയന്തി പറയണു. ആ സമയം നമ്മളെ ഡ്രൈവർ ലഗേജൊക്കെ എടുത്ത് കാറിൽ വെച്ചിട്ട് അയാൾ കാറിൽ പോയിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ ബബിതയും വൈജയന്തിയും തമ്മിലുള്ളതാണ്. അമ്മ ഇത് ആരെ തോൽപ്പിക്കാനാ? ഇപ്പം ഈ കുടുംബത്തിൽ ചെറിയ രീതിയിൽ സമാധാനമുണ്ട്. അലീന ചേച്ചി ഓരോ കാര്യങ്ങളും നമ്മുടെ പഠിത്തം ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ അടുക്കും ചിട്ടയിലും എല്ലാം ചെയ്തു വരുന്നുണ്ട്. ആ സമയത്ത് അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യണത്? അത് മതിയടി, എനിക്ക് ഒരു സമാധാനക്കേടുമില്ല. എൻ്റെ മക്കളെ അവളെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോയിക്കണമെന്ന് നീ പറഞ്ഞേരെ. അപ്പോൾ പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്തും പറഞ്ഞേരെ, അലീനയുണ്ട്, പിന്നെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഒരാളല്ലേടി ഈ വീട്ടിൽ
വീട്ടിൽ അധികം പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ പട്ടി കടിച്ച് കിടക്കും പോലെ കടിച്ച് തൂങ്ങി ഇവിടെ കിടക്കേണ്ട കാര്യമാണ്. അമ്മ എന്താ ഈ കാണിക്കണേ? അമ്മ അലീന ചേച്ചി പറയുന്നുണ്ട്, അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന 2 മാസം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് അലീന ചേച്ചിയല്ലേ. അപ്പോൾ വൈജയന്തി പറഞ്ഞു, എടി അതുകൊണ്ടല്ലേ പറഞ്ഞത്, എൻ്റെ മക്കൾക്ക് അലീനയുടെ സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടുന്നുണ്ട്, പിന്നെ എന്താണ് പ്രശ്നം എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. അപ്പം പറയാം, അമ്മ ഇങ്ങനത്തെ ഒരു ഇത് കാണിക്കില്ല അമ്മ പ്ലീസ് അമ്മ ഇങ്ങോട്ട് പോവല്ലേ. അച്ഛൻ ഇവിടെ ഉണ്ടോ? അച്ഛനോടൊരു വാക്ക് പറഞ്ഞിട്ടാണോ അമ്മ പോണത്? വീട്ടിൽ ആരും ഇല്ലാത്ത നേരത്താണോ അമ്മ ഇറങ്ങി പോണത്? അപ്പം വൈജയന്തി പറഞ്ഞു, പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞ് പെർമിഷൻ മേടിച്ചിട്ട് പോകാൻ. എടി എനിക്കൊരു വില അല്ലെങ്കിൽ അങ്ങനെ എന്നെ കണ്ടാൽ കൂടെ അങ്ങനെ മിണ്ടുകൂടി, പിന്നെ എന്തിനാടി ഞാൻ പറയണത്? നീ പറഞ്ഞേരെ, വൈജയന്തി ഇനി ഈ വീട്ടിൽ തിരിച്ചു വരണമെങ്കിൽ ആ ഒരുമ്പെട്ടവൾ അലീന എന്ന് പറയണവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചല്ലാണ്ട് വൈജയന്തി ഇനി തിരിച്ച് ഈ പടി ചവിട്ടൂല എന്ന് വരുമ്പോൾ നീ പറഞ്ഞേരെന്ന് പറഞ്ഞു. അമ്മ ഈ വീട്ടിലെ മൂത്ത മോനല്ല അമ്മയുടെ രോഹിയേട്ടൻ വന്നിട്ടെങ്കിൽ അമ്മയ്ക്ക് പോയാൽ പോരെയെന്ന് ബബിത വീണ്ടും കേണപേക്ഷിക്കുകയാണ്. അവനിപ്പോൾ എൻ്റെ ആവശ്യമുണ്ടോ? കണ്ടില്ലേ വേലക്കാരിയും കൊണ്ട് അവൻ പോയിക്കണത്. അവൻ്റെ കാര്യങ്ങൾ നോക്കാനും നടത്താനും ഇപ്പോൾ അവളുണ്ട്. അവളെ കൊണ്ട് നടക്കട്ടെ എന്നേ, മാതാവിനെ ചുമന്ന് നടക്കും പോലെ അവനെയും കൊണ്ട് നടക്കട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി വീണ്ടും ഇറങ്ങി കാറിലോട്ട് കയറാൻ പോണ്. അപ്പോഴും വീണ്ടും നമ്മുടെ ബബിത വന്ന് ക്രോസ് ചെയ്യണം. അമ്മ കൃഷ്ണ മോളെടുത്തെങ്കിലും പറയണ്ടേ അമ്മ പ്ലീസ് അമ്മ പോവല്ല അമ്മ ഈ കൊല്ലപ്പള്ളിക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെ കമലാൻറ്റിക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണ് അമ്മ പോണത്, അങ്ങ് ചെന്നാലും മതി. അപ്പം പറഞ്ഞ് കമലേട്ടത്തേക്ക് ഒരു മുറുമുറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവിടത്തെ കാട്ടിൽ എന്തുകൊണ്ടും ഭേദമാടി എന്നിങ്ങനെ വൈജ പറയും. അപ്പോഴേക്കും നമ്മുടെ ബബിത പറയാം, അമ്മ കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞ് അവരെ മുഖം തിരിപ്പ് കാണാം. അതിന് ഞാൻ അവിടെ സ്ഥിരപ്രതിക്കല്ലടി പോണത്, അവിടെ ചെന്നിട്ട് ഞാൻ ആലോചിക്കും, ഒരു വാടക വീട് എടുത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറും എന്ന് പറഞ്ഞു. എൻ്റെ 3 ആങ്ങളമാരും കൂടെ എന്നെ കള്ളത്തരം പറഞ്ഞ് ചുറ്റിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതല്ലേ, ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവസാനമായിട്ട് എന്നിങ്ങനെ വൈജയന്തി പറയണ്. അപ്പോഴേക്കും നമ്മുടെ അലീന പറയുന്നുണ്ട്, നമ്മുടെ ബബിത പറയുന്നുണ്ട്, അമ്മ പ്ലീസ് ആരും ഇല്ലാത്ത ഈ സമയത്ത് അമ്മ പോവല്ലേ, അലീന ചേച്ചിയെങ്കിലും വരട്ടെ, നമുക്ക് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യാം, അമ്മ പോകല്ലേ പ്ലീസ് എത്ര പറഞ്ഞിട്ടും വൈജയന്തി അടുക്കുന്നില്ല കേട്ടോ. വൈജയന്തി പിടിച്ച കൊമ്പ് വൈജയന്തിക്ക് 3 കൊമ്പെന്നുള്ള മട്ടിലാണ്. അപ്പം പിന്നെ ബബിതയുടെ കയ്യിൽ നിൽക്കില്ല, ബബിതേനെ തള്ളി അങ്ങ് മാറ്റിയാണ്, വീണില്ല, ആ ഗതിയായിപ്പോയി. എന്നിട്ട് വൈജ കാറിൽ കയറി ഇരുന്നിട്ട് സ്ഥലം വിടുകയാണ് നേരെ കൊല്ലപ്പള്ളിക്ക്. അപ്പം നേരെ ചെന്ന് കൊല്ലപ്പള്ളിയിലേക്ക് ഇറങ്ങണതും നമ്മുടെ മനുവിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മനു ചെന്ന് ആ ഡോറ് കൊടുക്കും, വൈജ ഇറങ്ങുകയാണ്. ടാക്സിയിൽ വരില്ല, ആൻറ്റിയുടെ കാറ് ശരിയായില്ലേ? ഇല്ലടാ, അത് ഇതുവരെ വർക്ക്ഷോപ്പിൽ നിന്ന് ഏത് കാലത്ത് കിട്ടുമെന്നൊന്നും അറിയില്ല മനു, നീ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങി നിൽക്കുകയാണോ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ല ആൻറ്റി ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇല്ല, വെറുതെ ഇങ്ങനെ വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ആ ഡ്രൈവർ ഡിക്കി തുറന്ന് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കണം. അങ്ങനെ മനു അത് കൊണ്ടുവന്ന് സിറ്റ് ഔട്ടിൽ വെക്കുകയാണ്. അപ്പം വൈജയൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഞാനിവിടെ ഉണ്ടാലും നീ പോയിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കമല ഇറങ്ങി വരുന്നുണ്ട്. കമല വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ ബാഗും പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ പറഞ്ഞ്, നീ എപ്പോഴാണ് വന്നേ വൈജയെന്ന് കമല ചോദിക്കും. ഞാനിപ്പോൾ എത്തിയേ ഉള്ളൂ. മനു പോയോ? പോയി എന്ന് വൈജ പറഞ്ഞു. എന്നിട്ട് കമല ആ ബാഗ് എടുത്തുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുന്നു. നമ്മുടെ ശിവശങ്കരൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ കമല ചോദിച്ചു, വൈജയെ നീ ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ വന്നത്? അപ്പോഴേക്കും വൈജ പറയും, എന്തിന് കമലേട്ടത്തി ഞാൻ പറയണു? ആ വീട്ടിൽ വെറും പട്ടിയെ പോലെയാണ്, എൻ്റെ മുഖത്ത് പോലും അങ്ങനെ നോക്കില്ല, പിന്നെ ഞാൻ എന്തിനാ അങ്ങേരുടെ അടുത്ത് പറഞ്ഞിട്ട് വരണം എന്ന രീതിയിൽ വൈജയന്തി നിൽക്കുകയാണ്. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, നിന്നെ ഞാൻ സമ്മതിച്ച് തന്നേക്കണം വൈജയെ, ഇപ്പോഴും നിൻ്റെ വായി കിടക്കണ നാക്കിന് എല്ലില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായെന്ന് പറഞ്ഞു. കാരണം നീ അന്നും ഇന്നും ഒരുപോലെ തന്നെ, നിനക്കൊരു മാറ്റവും ഇല്ല. എടി നീ എന്ത് ഭാവിച്ചാണ് ഈ തുടങ്ങുന്നത്? നീ ചെയ്തതും നീ തീരുമാനിക്കുന്നതും നീ പ്രവർത്തിക്കുന്നതും എല്ലാം
ശരി. നീ നിന്നെ മാത്രം അല്ലാണ്ട് നീ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നിൻ്റെ ഭർത്താവിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? നിൻ്റെ മക്കളെ നീ സ്നേഹിക്കുന്നുണ്ടോ? അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞ് നീ ചെയ്യുന്നുണ്ടോ? നിനക്ക് നിൻ്റെ തീരുമാനങ്ങളാണ് നിനക്ക് വലുത്. നീ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെയാണ് നിൻ്റെ പോളിസി. പക്ഷേ ഇത് നിൻ്റെ ജീവിതം സ്വയം കുളം തോണ്ടുന്നതാണെന്ന് ശിവശങ്കരൻ പറഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞോ? ശിവേട്ടന് പറയാനുള്ള എല്ലാം പറഞ്ഞോ? ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതെ, അത് ശരി തന്നെയാണ്. എന്നിട്ട് ശിവശങ്കരൻ പറഞ്ഞു, ആ ബാലചന്ദ്രൻ വെറും പാവം, അവനെ ഇന്ന് വരെ നീ അനുസരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറഞ്ഞു, ശരിയാ, ബാലചന്ദ്രൻ്റെ കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കാൻ എന്നെ ഒഴിവാക്കുന്നതിൽ ഞാൻ മനസ്സിലാക്കാം. എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കള്ളത്തരങ്ങൾ ഓരോന്ന് പറയുകയും എന്നെ പുറത്തോട്ട് പൊക്കോളാനും സമ്മതം തരുന്നത്. പക്ഷേ ശിവേട്ടന് ഗംഗേട്ടനൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ ബാലചന്ദ്രനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. എവിടെയോ പിഴച്ച് പ്രസവിച്ച് കിടന്നവളെ മകളാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. എന്നെ ഒഴിവാക്കി വിട്ട സൗകര്യമായല്ലോ. അതാണോ ശിവേട്ടനൊക്കെ കണ്ടുപിടിച്ച ബാലചന്ദ്രൻ്റെ ന്യായം? ബാലചന്ദ്രനിൽ നിങ്ങൾക്ക് പറയാനുള്ള ന്യായം? അപ്പോഴേക്കും നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, അതെ, നിൻ്റെ വാക്കുകൾ നീ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പം വൈജയന്തിയും പറഞ്ഞു, ശിവേട്ടൻ പറയണതിൽ അതുപോലെ തന്നെ ശിവേട്ടനെ പറയണ വാക്കുകൾ ശിവേട്ടന് അന്തസ്സുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശിവശങ്കരൻ നല്ല ഡോസ് വൈജയന്തിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിൻ്റെ തെറ്റുകളും നീ ചെയ്ത പ്രവൃത്തിഹീനങ്ങളും എല്ലാം നീ മറച്ച് വെച്ചുകൊണ്ട് നിന്നെ തന്നെ ന്യായീകരിക്കാനല്ലേ വൈജയ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വൈജയന്തിയും വിട്ടുകൊടുക്കില്ല, ഒറ്റയ്ക്ക് തന്നെ പറയാനുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അലീനയും നമ്മുടെ രോഹിത്തിനെയും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് അവർ നേരെ ഒരു ബേക്കറിയിലൊക്കെ ചെല്ലണു, ഒരു കേക്കൊക്കെ മേടിക്കണം. അപ്പം രോഹിത്ത് ചോദിച്ചു, കൊള്ളാലോ, എനിക്കൊരു മാസത്തെ സസ്പെൻഷൻ കിട്ടിയപ്പോഴത്തേക്ക് അത് ആഘോഷമാണ്. എടാ, അതിലും ഒരു വിജയമുണ്ട്, അത് നേടിയെടുത്തതിൻ്റെ ഒരു സന്തോഷമാടാ മോനെ. പക്ഷെ അവരറിയുന്നില്ല കേട്ടോ, നമ്മുടെ വൈജയന്തി അവിടെ നിന്ന് പോയ കാര്യമൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് അവർ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബബിത മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ബബിത കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ ഇങ്ങനെ ആരോടും പറയാണ്ട് ഞാൻ കുറേ തടഞ്ഞെങ്കിലും അമ്മ കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. ഇതേ സമയം അവിടെ നമ്മുടെ ശിവശങ്കരൻ പറ്റാവുന്ന അത്രയും പറഞ്ഞു നോക്കി, എവിടെ വൈജയന്തി അടുക്കുമോ? അവസാനം ശിവശങ്കരൻ പറഞ്ഞു, ഇത് നിൻ്റെ വീട് തന്നെ, നീ വന്നതിലോ നിൽക്കുന്നതിലോ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നീ എടുത്ത ഈ ഒരു തീരുമാനം നിൻ്റെ ജീവിതം നിനക്ക് തന്നെ നഷ്ടമാകും എന്നുള്ളതും കൂടെ വൈജയന്തി നീ ഓർത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വൈജയന്തി പറയാനുണ്ട്, ശിവേട്ടൻ വലിയ പേരും പെരുമയും ഒക്കെ ഉള്ള ആളായിരിക്കും, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു ഭ്രാന്തിയായിട്ട് എന്നെ നിങ്ങൾ മുദ്ര കുത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കമല വന്നിട്ട് പറയണത്, നീ അറിഞ്ഞില്ലേ വൈജയ്, ഇപ്പം ദേ പറഞ്ഞ ഒരുമ്പൊട്ട് അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ കുടയും പിടിച്ച് നിൽക്കുകയല്ലേ ശിവേട്ടൻ. അപ്പോൾ ചോദിച്ചു ശിവശങ്കരൻ പറഞ്ഞു, എൻ്റെ പൊന്ന് കമലേ, നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി വരാതിരിക്കാൻ ഞാൻ എന്ത് തരണം? അതിന് ഞാൻ പറയണതിൽ എന്താ ശിവേട്ട തെറ്റ്? അപ്പോഴേക്കും വൈജി ചോദിക്കണം, ആര്? അപ്പോൾ കമല പറഞ്ഞു, മനുവിന് അലീനെ കല്യാണം കഴിക്കാൻ കൊടിയും പിടിച്ച് നിൽക്കുക അച്ഛനും മോനും ഒരു കൈ. പക്ഷേ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ വൈജയ് അതൊരിക്കലും നടക്കില്ല. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, എനിക്കിപ്പോൾ സമാധാനം എന്തായാലും ഇത് കേട്ടപ്പോൾ. കാരണം എനിക്ക് ഭ്രാന്തെന്ന് മുദ്ര കൊത്തി എന്നെ ഒരുമ്പെട്ടോളെന്ന് പറഞ്ഞ് ആക്കാനാണല്ലോ നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ ഈ അടുത്ത് തീരുമാനമൊക്കെ എന്ത് കണ്ടിട്ടാണ്? നന്നായി നല്ല കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ പറ്റിയ എന്ത് പേരും പെരുമയും ആയിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, അത് ഈ കൊല്ലപ്പള്ളി വീട്ടിലെ എൻ്റെ അച്ഛൻ തന്നെ നിൻ്റെ അച്ഛനും. അപ്പോൾ വൈജയൻ പറഞ്ഞു, അതെ, എൻ്റെ അച്ഛൻ തന്നെ ശിവേട്ടൻ്റെ അച്ഛനും, മാറ്റമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതായി. ശിവശങ്കരൻ പറഞ്ഞു, നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, നീ ഇവിടെ നിൽക്കുകയോ എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, നീ വരുന്നത് നീ തന്നെ അനുഭവിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വൈജയന്തി പറഞ്ഞു, അതെ, ഞാനിവിടെ സ്ഥിരപ്പുറത്തേക്ക് വന്നതൊന്നുമല്ല, ഇതെൻ്റെ വീടാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനൊരു വാടക വീട് കിട്ടുമ്പോൾ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നീ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കമല പറഞ്ഞു, വൈജയ്, നീ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ, ഇനി ഇവിടെ കിടന്ന് ഒച്ചയും ബഹളം എടുത്തിട്ട് കാര്യമില്ല. എന്തായാലും ഈ അലീനെ പുറത്താക്കുന്നതിൽ ഞാൻ നിൻ്റെ ഒപ്പമേ നിൽക്കുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ കാരണം വെച്ചാൽ കമല വേറൊന്നുമല്ല, മനു എങ്ങാനും നമ്മുടെ അലീനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പണിയാവൂലേ. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മുടെ കമല മേഡം വൈജ മേഡത്തിൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത്.
കാണിച്ച് നിർത്തുന്നത്. പിന്നെ നാളത്തെ സീനിൽ കാണിക്കുന്നത് അവർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ സീന് നാളെ വരുന്നത് കേട്ടോ. അതായത് അലീനയും നമ്മുടെ രോഹിത്തും തിരിച്ച് ബബിതയെ വീട്ടിൽ നെടുമ്പുരയ്ക്കിൽ എത്തുന്നതും ആ സമയത്താണ് വൈജയ് ഇങ്ങനെ പോയ കാര്യം ബബിത പറയുന്നത്. ആ സീൻ നാളത്തേലേ വരുള്ളൂ കേട്ടോ. ഞാനതിപ്പം കയറ്റി പറഞ്ഞിട്ടുണ്ട്, സോറി കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് പിന്നെ അലീന പറയുന്നുണ്ട്, അലീനയ്ക്ക് അങ്ങ് സങ്കടമാവേണം. അലീന എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോവേണ്. അങ്ങോട്ട് നമ്മുടെ കൈതക്കൽ വീട്ടിലോട്ട് പോവേണ്. അപ്പോൾ ആ സീനും കാര്യങ്ങളാണ്. പക്ഷേ നല്ല തക്ക മറുപടി കൊടുത്ത് അവരെയൊക്കെ രോഹിത്തിനുൾപ്പെടെ വൈജയത്തെ ചുരുട്ടി മടുക്കുന്ന സീനൊക്കെയാണ് നാളെ വരുന്നത്. പക്ഷേ എന്തായാലും പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. അപ്പോൾ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫുൾ വിശേഷം ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഞാൻ ഈ ഫുൾ വിശേഷം ഇടുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതില്ല എൻ്റെ വീഡിയോസിന്. എങ്കിലും എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.